ഇന്ന് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും ഈ ഓണം എക്സാമിന് 99% വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻ ഈച്ച് ഓഫ് ദ ഫിഗേഴ്സ് ബിലോ 3 ആംഗിൾ മെഷർമെന്റ്സ് ആർ ഗിവൺ ഇൻ വിച്ച് ഫിഗർ ഓൾ ദ 3 ആംഗിൾസ് ആർ മാർക്ക്ഡ് വിത്ത് ദ കറക്റ്റ് മെഷർമെന്റ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഓരോന്നിലും 3 കോണളവുകൾ തന്നിരിക്കുന്നു. 3 അളവുകളും ശരിയായ വിധത്തിൽ അടയാളപ്പെടുത്തിയ ചിത്രം ഏത്? ഇവിടെ നമുക്ക് 4 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്, ABCD. ഓക്കെ, ഇതിൽ എല്ലാ ചിത്രങ്ങളിലും എല്ലാ ഫിഗേഴ്സിലും 3 ആംഗിൾസുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയ ആംഗിൾസ് ഉള്ള ഫിഗർ ആണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഇതുപോലൊരു ഫിഗർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫിഗർ നോക്കാം. ഇതാണ് ആ ഫിഗർ. അതായത് ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ് C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി AB എന്നത് ഈ സർക്കിളിൽ ഒരു കോഡ് അഥവാ ഒരു ഞാണാണ്. ഈ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ വൃത്ത കേന്ദ്രത്തിലേക്ക് വന്ന ആംഗിൾ ആണ് X ഡിഗ്രി. ഈ X ഡിഗ്രിയെ നമ്മൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്നാണ് പറയുക. ഇനി ഇതേ AB എന്ന കോഡിൽ നിന്നും സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. ഇത് എത്രയാണ്? X/2 ഡിഗ്രി. അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതി അഥവാ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. ഇനി AB എന്ന ഈ സെയിം കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. ഇത് എത്രയാണ്? 180 - X/2 ഡിഗ്രി. അതായത് 180ൽ നിന്നും കേന്ദ്ര കോണിന്റെ പകുതി കുറച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ ബൈഹാർട്ട് ആക്കിയിരിക്കണം. കാരണം ഇത് ഉപയോഗിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എന്തായാലും ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ AB എന്നൊരു കോഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. ഇതിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്നാണ് പറയുക. അത് X ഡിഗ്രി ആണെങ്കിൽ AB എന്ന കോഡിൽ നിന്നും സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണിന്റെ സെയിം സൈഡിലേക്ക് വൃത്തത്തിൽ തട്ടി വരുന്ന ആംഗിളിനെ നമ്മൾ X/2 ഡിഗ്രി അഥവാ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. ഇനി AB എന്ന ഈ സെയിം കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ആംഗിൾ 180 - X/2 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 3 ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് ഈ ഒരു ഫിഗറിൽ ഈ റിലേഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഫിഗർ നോക്കാം. ആദ്യത്തെ ഫിഗറിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കോഡ് അഥവാ ഞാണ് വരുന്നത്. ഈ കോഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ ഏതാണ്? 100 ആണ്. ഓക്കെ, അപ്പൊ ഫിഗർ എയില് കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി ആണ്. ഓക്കെ, ഇതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി ആണ്. അത് തമ്മിലുള്ള റിലേഷൻ X/2 ഡിഗ്രി അഥവാ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. അതായത് കേന്ദ്ര കോൺ ഇവിടെ എത്രയാണ്? 100 ആണ്. 100ന്റെ പകുതി എന്ന് പറയുന്നത് 50 ഡിഗ്രി. അപ്പൊ എന്താണ്? ഈ ഒരു ആംഗിൾ കറക്റ്റ് ആണ്, ഈ ഒരു ആംഗിളും കറക്റ്റ് ആണ്. ഇനി ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അതായത് ഇതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അത് എത്രയാണ്? എന്താണ് റിലേഷൻ? 180 - X/2 ആയിരിക്കും. അതായത് 180ൽ നിന്നും കേന്ദ്ര കോണിന്റെ പകുതി കുറച്ചതാണ്. ഓക്കെ, അതായത് 180 - X/2 എന്ന് പറയുന്നത് ഇവിടെ 50 ഡിഗ്രിയാണ്. 180ൽ നിന്നും 50 പോയി കഴിഞ്ഞാൽ 130 ഡിഗ്രി. ഇവിടെ 130 ഡിഗ്രി ആണോ? അല്ല, ഇവിടെ എത്രയാണ്? 80 ഡിഗ്രിയാണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഫിഗറിൽ വരുന്ന 3 ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ബി. ഓക്കെ, ഇവിടെ കോഡ് അഥവാ ഞാൻ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് കോഡ് വരുന്നത്. ഈ കോഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ വൃത്ത കേന്ദ്രത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ഇത്. അതായത് കേന്ദ്ര കോൺ എത്രയാണ്? 110 ഡിഗ്രി. അതായത് X ഡിഗ്രി എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് 55 ഡിഗ്രി. ഓക്കെ, അതായത് കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും. 110ന്റെ പകുതി എത്രയാണ്? 55 ഡിഗ്രി തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ കേന്ദ്ര കോൺ 110 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 55 ഡിഗ്രി കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ ആണ് നോക്കേണ്ടത്. അതായത് ഇതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അത് എത്രയാണ് വരേണ്ടത്? 180ൽ നിന്നും
കേന്ദ്ര കോണിന്റെ പകുതി കുറച്ചതായിരിക്കണം. അപ്പൊ 180 നിന്നും 55 കുറച്ചത്. ഇതല്ലേ കേന്ദ്ര കോണിന്റെ പകുതി. 55 കുറച്ചാൽ എത്രയാണ്? 125 ആണ്. 180 നിന്നും 55 പോയാൽ 125 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ വരേണ്ടിയിരുന്ന ആംഗിൾ എത്രയാണ്? 125 ഡിഗ്രിയാണ്. പക്ഷെ വന്നതോ 70 ഡിഗ്രി. സോ ഈ ഒരു ഫിഗറും തെറ്റാണ്. ഹായ്, SSLC എക്സാമിൽ A+ നഷ്ടപ്പെടാനും ഫെയിൽ ആവാനും ഏറ്റവും ചാൻസ് ഉള്ള ഒരു വിഷയമാണ് മാത്സ്. അതുകൊണ്ട് നമ്മൾ മാത്സ് എന്ന സബ്ജക്റ്റിന് വേണ്ടി ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് കുട്ടികൾ DM ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിലും മാക്സിമം 5 കുട്ടികളാണ് ഉണ്ടാവുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ക്ലാസുകൾ ഉണ്ടാവുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി മുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക് വരെയുള്ള 13 ചാപ്റ്റേഴ്സും വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്സിൽ എത്ര ബേസ് കുറവായ കുട്ടികൾക്കും ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. ഡെമോ ക്ലാസ്സുകൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാവുന്നതാണ്. ഓരോ പാഠത്തിന്റെയും റിവിഷൻ ആവശ്യമായ ഷോർട്ട് നോട്ടുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യങ്ങളും കുട്ടികൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഇവിടെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എത്രയാണ്? 110 ഡിഗ്രിയാണ്. ഇനി സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണിന്റെ സെയിം സൈഡിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ ആണ് ഇത്. ഇത് എത്രയാണ് വരേണ്ടത്? x/2 ഡിഗ്രി അഥവാ കേന്ദ്ര കോണിന്റെ പകുതി. 110ന്റെ പകുതി എത്രയാ? 110ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 55 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇത് 110 ആണെങ്കിൽ ഇത് 55 ഡിഗ്രി കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ആംഗിളും കൂടെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഈ ഒരു ആംഗിൾ എത്രയാണ് വരിക? 180 നിന്നും കേന്ദ്ര കോണിന്റെ പകുതി കുറച്ചത്. അതായത് 180 നിന്നും 55 കുറച്ചാൽ എത്രയാ? 125 ഡിഗ്രി. ഇവിടെ 125 ഡിഗ്രി അല്ലേ വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഫിഗറിലെ 3 ആംഗിൾസ് തമ്മിലുള്ള റിലേഷനും കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫിഗർ സി എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഇനി നമുക്ക് ഫിഗർ ഡി കൂടെ ഒന്ന് നോക്കാം. ഇവിടെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ വന്നിട്ടുള്ളത് എത്രയാണ്? x ഡിഗ്രി എന്നത് 140 ഡിഗ്രിയാണ്. ഇനി കേന്ദ്ര കോണിന്റെ സെയിം സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ ആണ് ഇത്. ഇത് എത്രയാണ്? x/2 ഡിഗ്രി. കേന്ദ്ര കോണിന്റെ പകുതിയാണ് വരേണ്ടത്. അതായത് 140ന്റെ പകുതി എത്രയാ? 140ന്റെ പകുതി 70. ഇവിടെ 70 അല്ലേ വന്നിട്ടുള്ളത്. സോ കേന്ദ്ര കോൺ 140 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിൾ കറക്റ്റ് ആണോ? ഈ ഒരു ആംഗിൾ എന്താണ്? ആ ഒരു തമ്മിലുള്ള റിലേഷൻ 180 മൈനസ് x/2 ഡിഗ്രിയാണ്. അതായത് 180 മൈനസ് 70. 180ൽ നിന്നും 70 പോയാൽ 110 ഡിഗ്രി. ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ്? 100 ഡിഗ്രിയാണ്. സോ ഇവിടെ കറക്റ്റ് അല്ല. സോ ഈ 4 ഫിഗറിൽ ഏത് ഫിഗർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ? സി. ഫിഗർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. താങ്ക് യു.